സ്ഥാനാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ടുയർന്ന പ്രാദേശിക വാദങ്ങളെ മറികടന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നൽകിയ വിശ്വാസ്യത 4ാം തവണയും കാത്തുസൂക്ഷിച്ച എൻ ഷംസുദ്ദീൻ ആദ്യമായി മന്ത്രി പദവിയിലേക്ക്. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് എൻ ഷംസുദ്ദീൻ വിജയിച്ചത്. ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ കേരളത്തിന്റെ 16ാം മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ജന്മനാടായ തിരൂരും ഏറെ അഭിമാനത്തിലാണ്. 4ാം തവണ മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ഷംസുദ്ദീനെ തേടി മന്ത്രിസ്ഥാനം എത്തുന്നത്. ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനഃസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പറവണ്ണ സർക്കാർ സ്കൂളിൽ ലീഡറായാണ് തുടക്കം. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൗൺസിൽ അംഗം, സെനറ്റ് അംഗം എന്നീ നിലകളിൽ മികച്ച സംഘാടകനാണെന്ന് എൻ ഷംസുദ്ദീൻ പല കാലങ്ങളിലായി തെളിയിച്ചു. പൊതുരംഗത്ത് സൗമ്യനായ ഷംസുദ്ദീൻ 10 വർഷമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായാണ് പാർലമെന്ററി രംഗത്തെ തുടക്കം. 2011 ആദ്യ മത്സരത്തിനായി ജന്മനാടായ തിരൂരിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് വണ്ടി കയറുമ്പോൾ വരത്തൻ എന്ന ആക്ഷേപം ചിലയിടങ്ങളിൽ നിന്നുണ്ടായി. പിന്നീട് 2016ലും 2021ലും വിജയം ആവർത്തിച്ചപ്പോൾ ഷംസുദ്ദീൻ ജന്മനാട്ടിൽ വിരുന്നുകാരനായി മാറിയിരുന്നു. 1/4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ മണ്ണാർക്കാട്ടുകാരുടെ ഷംസൂക്ക നിയമസഭയിൽ എത്തിയത്. 4ാം ഊഴത്തിൽ പ്രധാന വകുപ്പ് തന്നെയാണ് മുസ്ലിം ലീഗ് ഏൽപ്പിക്കുന്നത്. BCom LLB ബിരുദങ്ങൾ ഭരണചക്രം തിരിക്കുന്നതിന് കൂടുതൽ കരുത്തു പകരുമെന്ന ആത്മവിശ്വാസം വേണ്ടുവോളമുണ്ട്. പറവണ്ണയിൽ പരേതരായ N മുഹമ്മദ് കുട്ടി, VV മറിയക്കുട്ടി ദമ്പതിമാരുടെ മകനാണ് ഷംസുദ്ദീൻ. KP റാഫിദയാണ് ഭാര്യ. ഡോക്ടർ N ഷഹർസാദ് മകളും ഡോക്ടർ അഷറഫ് വാസിൽ മുസ്ലിയാരകത്ത് മരുമകനുമാണ്. CCN മണ്ണാർക്കാട്.